അവർക്ക് റൊമാൻറ്റിക് ഫോട്ടോ വേണം. അത് നമ്മൾ എടുത്തു തരാം. ഹായ് ഗായ്സ്, വെൽക്കം ടു മലാഗ, സ്പെയിൻ. യെസ്, അങ്ങനെ നമ്മൾ സദേൺ സ്പെയിൻ്റെ എക്സ്പ്ലോറേഷൻ തുടങ്ങാൻ പോവാണ്. ആൻഡ് നമ്മൾ തുടങ്ങുന്നത് അൽക്കസ്ബ. അത് പ്രൊണൗൺസിയേഷൻ എത്ര നോക്കിയിട്ടും കിട്ടുന്നില്ല. അൽക്കസ്ബയോ അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. അൽക്കസ്ബ എന്ന് തന്നെ വിചാരിച്ചോ. മഴ കൊള്ളുന്നുണ്ട്. ഇങ്ങോട്ട് വാ. അൽക്കസ്ബ എന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ്സ് ആക്ച്വലി ഒരു ഫോർട്രസ് അല്ലെങ്കിൽ ഒരു കാസിൽ. പക്ഷേ ഈ പേര് വന്നിരിക്കുന്നത് അറബ്സിന്റെ ആയിരുന്നത്. നോ വൺ നോസ് ദാറ്റ് സ്പെയിൻ വാസ് occupied by Arabs for a long time. അതുകൊണ്ട് ഈ കാണുന്നൊക്കെ അറബാണ്, അറബ് ഇൻഫ്ലുവൻസ് ആണ്. ഈ ഒരു ടൈൽസ് കണ്ടാലും ഈ ഒരു കൺസ്ട്രക്ഷൻ കണ്ടാലും എല്ലാം ഒരു മോസ്കും മുസ്ലിം രീതിയിലല്ല എല്ലാം ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. അപ്പോൾ ഇന്നത്തെ ടൂർ ഇവിടെ വേണം നമ്മൾ തുടങ്ങുന്നത്. ആൻഡ് നമ്മുടെ കൂടെ ജോഗിനുണ്ട്, വേദുനെ നോക്കാനായിട്ട് ജ്യോതിയുണ്ട്, എല്ലാവരും ഉണ്ട്. അത് നമുക്ക് ഓരോന്നായിട്ട് കാണിച്ചു പോവാം. പ്ലസ് ഓറഞ്ചസ് ഉണ്ട്. പക്ഷെ ആരും ഇവിടെ വന്ന് ഓറഞ്ച് പറിച്ച് കഴിക്കരുത് കേട്ടോ. നമുക്ക് ജോഗിനെ കൊണ്ട് കഴിപ്പിച്ച് നോക്കിയല്ലോ. പറഞ്ഞു പോയോ? ഓറഞ്ച് ഇവിടത്തെ ഭയങ്കര പുളിയാ, കഴിക്കരുത് കേട്ടാ. ഈ കേറുമ്പോ തന്നെ ഈ മേളിൽ കാണുന്നുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ ഒരു ഏകദേശം ഒരു ടർക്കിഷ് ആ ഒരു രീതിയിലുള്ള ഒരു ഡെക്കറേഷൻസ് അല്ലെങ്കിൽ ആർട്ട് വർക്കാണ് ചെയ്തിരിക്കുന്നത് മൊത്തം. ഇതിൽ തന്നെ മനസ്സിലാവും ടോട്ടലി ആ ഒരു ക്രിസ്ത്യൻ രീതിയല്ല, ടോട്ടലി ആ ഒരു മിഡിൽ ഈസ്റ്റ് അറബ് രീതിയാണ്. ആൻഡ് ഇതും ഭയങ്കര രസമാണ്. അതുപോലെ തന്നെ ഈ ആർച്ചസിൻ്റെ ഒക്കെ നോക്ക്, എവ്രിതിങ് ഇസ്. ഇത് 11th സെഞ്ച്വറിയിലാണ്. സോ മച്ച് ഓഫ് ഹിസ്റ്ററി ഓൾ അറൗണ്ട് ദ വേൾഡ് വേറെ വി ട്രാവലിനോ ഒരുപാട് കാര്യങ്ങൾ കാണിക്കാറുണ്ട്. വിൻഡോസ് ഇതൊക്കെ നമ്മുടെ ഒരു രാജസ്ഥാൻ്റെ ഓർമ്മ വരുന്നില്ലേ ഇതൊക്കെ കാണുമ്പോൾ? ഇത് ശരിക്കും ഒരു രാജസ്ഥാൻ രീതി എത്തിയ പോലെ അല്ലേ പ്രിയ? ശരിക്കും ജയ്പൂർ രാജസ്ഥാൻ. എനിക്ക് പെട്ടെന്ന് ജയ്പൂർ ഓർമ്മ വന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ കൂടുതൽ ഇഷ്ടം കേട്ടോ. കാരണം ഭയങ്കര ഓപ്പൺനെസ്സും കുറെ ഗാർഡൻസും അതൊക്കെ ഉണ്ടല്ലോ. നമുക്ക് മറ്റേ അടുത്ത് ഇത് ഒന്നും കിട്ടാറില്ല ഈ ഒരു റോമൻ രീതിയില്. ഇത് നല്ല ഹൈറ്റില്ല, താഴെയല്ല ഇത്. നമ്മൾ കാണിച്ചു തരാം, ഇവിടുന്ന് വ്യൂ കാണാം. അപ്പൊ എനിക്ക് ഒരു ഐഡിയ കിട്ടും. ഇറ്റ്സ് ആക്ച്വലി ഓൺ ടോപ്പ് ഓഫ് എ ഹിൽ. ഒരു ഹില്ലിന്റെ മുകളിലാണ്. ആൻഡ് അവിടെയാണ് ഇത് നോക്ക്, സീ ദ വ്യൂ ഫ്രം ഹിയർ. ഫുൾ ഇതാണ് കണ്ട, പനയുടെ പോലത്തെ ചെടികളാണ്. ഫുൾ പാം ട്രീസ് ആണെന്ന് തോന്നുന്നു. ഫുൾ പഴയ ബിൽഡിങ്ങിന്റെ രീതി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഐ മീൻ റീസ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഒന്നും റീസ്റ്റോർഡ് പോലും അല്ലാന്ന് തോന്നുന്നു ആക്ച്വലി. ജസ്റ്റ് സീ ദ ഗാർഡൻ. ഇറ്റ് ഇസ് എ 11th സെഞ്ച്വറി ഗാർഡൻ. അന്ന് ഇതുപോലെ തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നു. ഇന്നെ കാട്ടി ഭംഗിയായിരിക്കും അല്ലേ? ഇത് നോക്ക് പ്രിയ, ആ ഫൗണ്ടൻ ഒക്കെ നോക്ക്. ദിസ് ഇസ് സോ അമേസിംഗ്. നോ, സ്പെയിനിൽ വന്നിട്ട് ഒരു മുസ്ലിം ആർക്കിടെക്ട്, ഒരു യൂറോപ്യൻ കൺട്രിയില് ഇങ്ങനത്തെ ഒരു മുസ്ലിം, ശരിക്കും ഒരു ജയ്പൂരിന്റെ ഫീലിംഗ് തന്നെയാ. ജസ്റ്റ് സീ ദിസ്, സോ ബ്യൂട്ടിഫുൾ. എന്ത് രസമല്ലേ, ജയ്പൂരിൽ നിൽക്കുന്ന പോലെ ഉണ്ട്. അടിപൊളി. ആ മരം നോക്ക്, ഇതല്ലേ? എനിക്ക് ഇവിടുത്തെ വ്യൂ എല്ലാം ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട്. ഇതാണ് ഇപ്പം മഴ പെയ്യുന്നുണ്ട്. പക്ഷെ മഴ പെയ്താലും ഇതുപോലത്തെ ഡ്രെയിനേജ് അന്നത്തെ കാലത്ത് അവർ ചെയ്തു വെച്ചിരിക്കുന്ന നോക്ക്. ഡ്രെയിനേജ് എന്ത് രസം. ഇവരെ ഡ്രെയിനേജ് ലുക്സ് സോ നൈസ്. നോ, എന്തൊരു എസ്തെറ്റിക് ആണ്. ഒരു ചെറിയ സ്ട്രീം പോലെയല്ലേ തോന്നുന്നത്. ആൻഡ് ഈ ഗാർഡനിലേക്ക് മൾട്ടിപ്പിൾ എൻട്രൻസസ് ആണ്. അതിൽ കൂടെ വരാം, ഇതിൽ കൂടെ വരാം, അതിൽ കൂടെ കയറി ഇത് ഇങ്ങനെ വന്ന് ഇങ്ങനെ പോവാം. അപ്പോൾ ഒരു സൈഡിൽ ഇതുപോലത്തെ വ്യൂ ആയിരിക്കും, ആൻഡ് ഒരു സൈഡിൽ ഇതുപോലത്തെ ഗാർഡനും. അടിപൊളി. ഇതേ ആന നിൽക്കുന്നു മഴയത്ത്. ജോഗിനെ ക്യാമറയിൽ കാണാത്ത ജോഗറിനാണ് ബേബി സിറ്റിംഗ് കേട്ടാ. എല്ലാരും വിചാരിക്കാൻ ജോഗിനെ അവോയ്ഡ് ചെയ്യാ, ക്യാമറയിൽ കൊണ്ടുവരാത്ത എന്താന്ന്. ഇതാണ് കാരണം. രണ്ട് ബേബീസ്. ജ്യോതിയും ഞാനും കറങ്ങാൻ പോയി, ഞാനും പറയും വ്ളോഗ് ചെയ്യാൻ പോയി. ജോഗിന് ഇവിടെ ബേബി സിറ്റിംഗ്. ഓ അമേസിംഗ്. നോ, ഇത് ശരിക്കും ഒരു ഭയങ്കര ഡിഫറെന്റ് കൺട്രി പോലെ ഇരിക്കുന്നു. സ്പെയിൻ എന്ന് പറയുമ്പോൾ ഈ ബാഴ്സലോണയൊന്നും ഇതുപോലെയല്ല. ഭയങ്കര ഒരു അൾട്രാ ഡെവലപ്ഡ് മോഡേൺ സ്ഥലം പോലെ. ഇത് ഭയങ്കര ഒരു സോളുള്ള സിറ്റി പോലെ തോന്നുന്നു. അടിപൊളി. രാജസ്ഥാൻ പോയ ഓർമ്മ. ശരിക്കും ആ ഒരു ഫീല് തന്നെയാണ്, രാജസ്ഥാൻ ഫീല് തന്നെയാ വരുന്നത്. സ്പെയിൻ ആണെന്നേ പറയില്ല അല്ലേ? പെട്ടെന്നൊരു ചേഞ്ച് ഓഫ് ആർക്കിടെക്ചർ. മറ്റേ ഗോത്തിക്കും റിനേസൻസ് ഒക്കെ കണ്ട് ഇവിടെ വന്നപ്പോൾ ടോട്ടലി ഡിഫറെന്റ് വ്യൂ പോയിന്റ്. അത് ഇതൊക്കെ ഇവരുടെ ടെറസ് ആയിരുന്നു. ഇത് ഇങ്ങനെ ഫോർട്ട് വെച്ചിരിക്കുന്നത് എനിമീസിന് പെട്ടെന്ന് കയറാൻ പറ്റില്ലല്ലോ, എന്നാൽ ഇതുപോലെ ഫോർട്ട് വെച്ചിരിക്കുന്നത്. നമുക്ക് ആ ജോഗിന് ഒരു ഓറഞ്ച് കഴിപ്പിക്കണം ഇവിടുത്തെ. ഇഷ്ടമാണോ ഓറഞ്ച്? കഴിക്കും കേട്ടാ പറയാ. മരത്തിൽ നിന്ന് ഒരു ഓറഞ്ച് പറിച്ചു കൊടുക്കണേ.
പ്രിയ കഴിക്കുന്നുണ്ടാ? അന്തുവിന്റെ ഫേവറേറ്റ് സാധനം ന്യൂട്ടല്ലയുടെ ബാറ്. ആ അത് ഇവിടെ കിട്ടുള്ളൂ? ഇവിടെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ കിട്ടില്ല. ന്യൂട്ടല്ലയാണോ അത്? ബുവാനോ അല്ലേ? അല്ല, അകത്ത് ന്യൂട്ടല്ലയാ. കണ്ട ന്യൂട്ടല്ല ബി റെഡി. ഫുൾ ഓഫ് ന്യൂട്ടല്ല, അകത്ത് ഫുൾ ന്യൂട്ടല്ലയാ. ഓ ഗോഡ് ഗൈസ്, ഇത് എനിക്ക് തോന്നുന്നു ഒരു വാൾഡ് പാലസ് ആ ഫോട്ടോ ഒന്നല്ല, ഇറ്റ് വാസ് ലൈക്ക് എ വാൾഡ് സിറ്റി. നമ്മുടെ ജയ്സൽമേറിൽ കണ്ടില്ലേ അതുപോലത്തെ തന്നെ ഒരു വാൾഡ് സിറ്റി. കണ്ട അൽ കസ്ബാഡ മലൈക. ഇത് 1960 ഉണ്ടാക്കിയ മോഡലാണ്. ബിൽഡിംഗ് അല്ലെങ്കിൽ സ്പോർട്ട് അല്ലെങ്കിൽ ഇത് ഒരു സിറ്റി ഇസ് 11th century. പക്ഷേ ഇറ്റ് ഇസ് സോ ഹ്യൂജ്. നോ, ഒരു ഫുൾ സിറ്റി ഓൺ ടോപ്പ് ഓഫ് എ മൗണ്ടൻ. അമേസിങ്. നമ്മുടെ നാട്ടിലും ഉണ്ട് ജയ്സൽമേറിൽ. പോവാത്തവരെ അവിടെ പോയി കാണുക. ഈ ഡോറൊക്കെ നല്ല രസമില്ലേ? ഡോറിനും ആ ആർച്ചിന്റെ ഷേപ്പാ. ഡോറ് ശരിക്കും ഫ്ലാറ്റാ. കണ്ട അതാ പറഞ്ഞ ഫുൾ ഒരു മിസ്റ്ററി ഉള്ള സ്ഥലം പോലെ. അല്ലെങ്കിൽ യു കെൻ ഈസിലി ഗെറ്റ് ലോസ്റ്റ് ഓവർ ഹിയർ അല്ലേ? ലാസ്റ്റ് എല്ലായിടത്തും എത്തുന്ന ഒരു സ്ഥലമായിരിക്കും. എല്ലാം അവസാനിക്കുന്ന ഒരു ഗാർഡനില്ല. ഇവിടെ ഒരുപാട് സ്ഥലത്ത് ഇതുപോലെ വെള്ളം ഉള്ള വാഷ് ബേസിൻസോ അല്ലെങ്കിൽ ഫൗണ്ടൻസോ പോലെ വെച്ചിട്ടുണ്ട്. പണ്ടത്തെ കാലത്ത് കുടിക്കാനായിരിക്കും എല്ലാ മെയിൻ പോയിന്റിലും ഗാർഡൻ്റെ അടുത്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ എന്ത് രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത് നോക്ക്. സീലിങ്ങിലൊക്കെ ഇതാണ് ബ്രാഞ്ചസ് ആണ്. ഇതേ ഇങ്ങനത്തെ ചെടികളുടെ അതാണ് നാച്ചുറൽ ഷെയ്ഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. ബ്യൂട്ടിഫുൾ നോ? ഈ ഗാർഡനിൽ നിന്നുള്ള അന്നത്തെ വ്യൂ. കടലെന്തായാലും മാറില്ലല്ലോ. അന്നത്തെ വ്യൂവും ഇതൊന്നും, ഒരു ബിൽഡിങ്സും ഇല്ല, ഒരു ഷിപ്പില്ല, ഒന്നുമില്ല. നേരെ കടല്. എന്തൊരു ഒരു ഫീലായിരിക്കും അന്നത്തെ കാലത്ത് അല്ലേ? ഇത് നോക്കിക്കേ, ഇതിപ്പത്തെയാണ്. പക്ഷെ ഓറഞ്ചസ് ആണ് ഇവിടെ മൊത്തം. ഈ ഒരു പാത്ത് വേയിൽ വന്ന് കാണുന്ന തന്നെ സൈറ്റ് ഇത് തന്നെയാണ്. സറൗണ്ടഡ് ബൈ ഓറഞ്ചസ്. എന്ത് രസമാണ് ജസ്റ്റ് ഈ വാക്കിംഗ് ത്രൂ ആൻ ഓറഞ്ച് ലേഡ് പാത്ത് വേ. സെഞ്ചുറിയിൽ ബാക്കി കാണുക അൽ കസ്ബ എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ നമ്മുടെ പാലസ്. അതിൻ്റെ അടിയിൽ ഫസ്റ്റ് സെഞ്ചുറിയിലെ റോമൻ തിയേറ്റർ. ജസ്റ്റ് ഇമാജിൻ, ഫസ്റ്റ് സെഞ്ചുറി അന്നത്തെ കാലത്ത്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്ന എൻ്റർടൈൻമെൻറ്റ് ഹാസ് ഓൾവേസ് ബീൻ എ മാൻസ് ലൈഫ്. അന്ന് ഇതാണെങ്കിൽ ഇന്ന് യൂട്യൂബാണ്. ആൻഡ് വി ആർ സോ ഹാപ്പി ദാറ്റ് വി ക്യാൻ എൻ്റർടൈൻ യു ഗൈസ്. ജസ്റ്റ് സീ ദിസ് 11th century, ഫസ്റ്റ് സെഞ്ചുറിയാണ്. ഇന്നും ഇരിക്കുന്ന നോക്ക്. ഇവിടെ ഇരുന്ന് ആൾക്കാർ എന്തോരം എൻജോയ് ചെയ്ത് കാണും. നടുക്ക് ഡ്രാമ, ഗ്ലാഡിയേറ്റർ സിനിമയൊക്കെ കണ്ടവർക്ക് ഒരു ഐഡിയ കാണുമായിരിക്കും. ഡ്രാമ അല്ലെങ്കിൽ ബുൾ ഫൈറ്റിങ്ങോ അല്ലെങ്കിൽ ആനിമൽസ് ആയിട്ടുള്ള ഫൈറ്റിങ്ങോ. ഇത് പക്ഷെ കണ്ടിട്ട് അത്രയും വലുതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് കൂടുതൽ ഡ്രാമാസും മ്യൂസിക്കും അങ്ങനത്തെ ഒക്കെ ഉള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. പക്ഷെ അടിപൊളി അല്ലേ? കണ്ട, ഇത് മലാക്കയുടെ ഓൾഡ് സിറ്റിയുടെ ഹാർട്ടാണ്. അവിടെ തന്നെ ഇത് ചെയ്തിരിക്കുന്നത്. ലൈക്ക് ഇത് നമ്മളൊരു ടൂറിസ്റ്റ് ബസ് ഒന്നും എടുത്ത് ദൂരെ ഒന്നും പോകണ്ട. ഇറ്റ്സ് റൈറ്റ് ഇൻ ദ ഹാർട്ട് ഓഫ് ദ സിറ്റി. സംഭവമല്ലേ അത് അവർ ചെയ്തിരിക്കുന്നത്. ആൻഡ് എക്സ്ട്രീംലി വെൽ പ്രിസർവ്ഡ് അല്ലേ? എന്തൊരു വ്യൂ ആ നോക്കി സിറ്റിന്ന് തന്നെ. അവിടെ ഹോട്ടൽസ്, കഫേസ്, ബിൽഡിങ്സ്, സംഭവങ്ങളെല്ലാം നേരെ ഈ ഒരു ബ്യൂട്ടിഫുൾ റോമൻ തിയേറ്റർ. കണ്ട പറയാ റോമൻ തിയേറ്റർ ഫസ്റ്റ് സെഞ്ചുറിയിലാ. ഞാൻ കാണിച്ചു, വെളിപ്പം ഡീറ്റെയിൽഡായി കാണിച്ചു. അത് ഒരു യാത്രയും പോണേ റൈറ്റ് ഇൻ ദ സിറ്റി അല്ലേ? നമ്മളോട് ചോദിക്കുവാണ് വെജിറ്റേറിയൻ ഫുഡ് നമ്മൾ കഴിക്കുമെന്ന്. ജോഗിൻ, അതിന്റെ അർത്ഥം കാണിക്കാറില്ലാതാണ് ഞങ്ങളുടെ വ്ളോഗ്സ് ഒന്നും. അറിയില്ല എത്രത്തോളം വെജ് ഇഷ്ടപ്പെടുന്നു അറിയില്ലേ? ഇഷ്ടമുള്ളതാണ് സാമ്പാർ, പനീർ ബട്ടർ മസാല, എന്താ ഇഡലി, ദോശ ഉണ്ടാക്കി തരും. വന്നത് തന്നെ കേട്ടാ, ഞങ്ങൾ വന്നത് തന്നെ. എന്താണല്ലേ മലാക്ക. And everywhere you can just smell seafood. നല്ല ഫ്രൈഡ് കലമാരിയുടെ ഒക്കെ മണം. Oh my god, this place is unbelievably lovely. രാത്രി ഇതൊന്ന് കാണുമ്പോൾ അവരുടെ ഒരു എക്സ്പ്രഷൻ നോക്കണേ. ഇവിടുത്തെ ലൈറ്റ്സും. എനിക്കൊന്ന് സ്പെയിനിലെ ബിഗസ്റ്റ് ക്രിസ്മസ് ട്രീ ഇവിടെയാണ്. ഏറ്റവും കൂടുതൽ ലൈറ്റ് വർക്ക്സ് ഉള്ളത് ഇവിടെയാ. ശരിയാ. പക്ഷെ എനിക്ക് ഇപ്പൊ ഇത്രയും കണ്ടതിൽ എനിക്ക് സ്പെയിനിൽ എനിക്ക് ഇത് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടമായി. ബ്യൂട്ടിഫുൾ, അടിപൊളി ഫീല്. ഇവിടെ ഒരുപാട് ഐസ്ക്രീം ഷോപ്സ് അല്ലേ? തണുപ്പത്ത് കണ്ട, എവിടെ നോക്കിയാലും ഐസ്ക്രീം ഷോപ്സ്, ജിലാറ്റോ ഷോപ്സും ആണ്. വേദുവിന് ഐസ്ക്രീം വേണ്ടേ?
വേദൂടെയാണ്. ആ നമുക്ക് പാപ്പം കഴിച്ചിട്ട് ഐസ്ക്രീം കഴിക്കാം. വേദൂനും യാനയ്ക്ക് ഐസ്ക്രീം അപ്പയ്ക്കും. കൊള്ളാലേ ഈ ഫ്ലവർ എവിടെ? നല്ല രസമുണ്ട്. ഷോപ്പിംഗ് ഒന്നും ഇപ്പൊ സമയമില്ല പ്രിയ. ഇവിടെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ 4 മണിയാകുമ്പോൾ അടയ്ക്കും, പിന്നെ 8 മണിക്ക് തുറക്കുള്ളൂ. സോ അതിന് മുമ്പേ പോകണം. അടുത്ത ഐസ്ക്രീം, ഇഷ്ടം മാതിരി ഐസ്ക്രീം. ഇവിടെ അടുത്ത ഐസ്ക്രീം. എന്താ ഇത്? എല്ലായിടത്തും ഐസ്ക്രീം ഷോപ്സ് ആൻഡ് ഒരു ഫുൾ ഔട്ട്ഡോർ ഡൈനിങ് ആണ്. പിന്നെ ഈ കാനിബസ് ഫാക്ടറി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് പ്രിയ. അതെനിക്ക് തോന്നുന്നു മറ്റേ കഞ്ചാവ്, മെഡിക്കൽ കഞ്ചാവ് വിൽക്കുന്ന സ്ഥലമാണ്. എന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ തിങ്ക് സോ കേട്ടോ. ഇനി അതോ വെറുതെ വല്ല മാർക്കറ്റിംഗ് ടെക്നിക് ആണോന്നും അറിയില്ല. അല്ല, സ്പെയിനിലുള്ളവരെ ഒന്ന് കമന്റ് ചെയ്യാം എന്താ സംഭവം. കാനിബസ് ഫാക്ടറി. നമ്മളെ ലഞ്ചിന് എംപനാഡാസ് കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇതുവരെ ട്രൈ ചെയ്തില്ല സ്പാനിഷ് എംപനാഡാസ്. ഇതില് രസം എന്താണെന്നറിയോ? ഏത് ഫ്ലേവറാന്ന് അറിയാൻ വേണ്ടി കൊച്ചിനീറ്റ, ആ ഫ്ലേവറിന്റെ പേരാണത്. അത് ചിക്കൻ, കാർണെ എന്ന് പറയുന്ന ബീഫാണ്, പിക്കാണ്ടെ എന്താണെന്ന് എനിക്ക് അറിയില്ല. സോ എല്ലാത്തിനും തന്നെ മേളി പോളോ തായ്, ദാറ്റ്സ് ലൈക്ക് ഒരു തായ് ഫീലിംഗ് ഉള്ളതാണ്. ബേസിക്കലി നമ്മുടെ പഫ്സ് പോലത്തെ ഒരു സാധനമാണ്. പക്ഷെ കുറച്ചും കൂടെ ക്രിസ്പ് ആയിരിക്കും. അകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫില്ലിംഗ്. പക്ഷെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നല്ല രസമില്ലേ എംപനാഡാസ്. ഓക്കെ, ഞങ്ങൾ തായ് പറഞ്ഞിട്ടുണ്ട്, പോക്ക് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് സാധനങ്ങൾ ഡിഫറെൻറ്റ് സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എംപനാഡാസ് ഇത്രയും ഓർഡർ ചെയ്തത് എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും കൂടെയാണ്. പക്ഷെ മെജോറിറ്റി ഞാൻ മിക്കതും കഴിക്കുന്നതിൽ ഒരെണ്ണം എനിക്ക് കിട്ടുള്ളൂ. ഇല്ല, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ അകത്ത് ഇത് ബാർബക്യൂ പോർക്ക് റിബ്സ് ആണ് ഇതിന്റെ അകത്ത്. ഓക്കെ, എംപനാഡാസ് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഇത് ഭയങ്കര ചൂടായിരിക്കും, അതാണ് പ്രശ്നം. എത്ര നേരം തണുപ്പത്ത് ഇരുന്നിട്ട് ആറുന്നില്ല. നമ്മുടെ ഒരു പുൾ പോക്കൊക്കെ പോലെ പുക വന്നുണ്ടോ? ഈ തണുപ്പിന്റെ പുകയല്ല കേട്ടാ, ഇതിന്റെ ചൂടിന്റെ പുകയാണ്. പുറത്തെ തണുപ്പും അകത്ത് ചൂട്. ഇത് നൈസ്. ചീസൊന്നും ഇല്ല. പ്യുവർ സ്ലോ കുക്ക് ബാർബക്യൂ പോക്കുന്നവർ പറഞ്ഞു സംഭവം അത് തന്നെ. അതുപോലെ തന്നെ എല്ലാം. ഇത് ബീഫാണ്. ഇത് നമ്മുടെ മിൻസ്ഡ് ബീഫ് ഇല്ലേ, കീമ വിത്ത് സം സ്പൈസസ് ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. അടിപൊളി. ചീസൊന്നും ഇല്ല. ചീസി ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടില്ല. അല്ലാത്ത നമുക്കൊരു മെക്സിക്കൻ രീതിയിൽ എനിക്കൊരു മെക്സിക്കൻ ഫുഡിന്റെ ഒക്കെ ഒരു ഫീലിംഗ് ആണ് കിട്ടുന്നത്. എല്ലാം വേറെ. എന്തായാലും ഇതാണ് എംപനാഡാസ്. അറിയാത്തവരോട് ഇനി ആരെങ്കിലും എംപനാഡാസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലത്തെ ഒരു റിഫൈൻഡ് പഫ്സ്. പഫ്സില് മേളില് കൂടുതൽ സാധനം, ഫുൾ ബാറ്ററും അകത്തൊന്നും ഇല്ല. ഇത് അങ്ങനെയല്ല, ബാറ്റർ ഭയങ്കര തിന്നാണ്. കണ്ടോ, ഇത്രയേ ഉള്ളൂ. കുറച്ച്, അത് പകുതി സവാളയായിരിക്കും. മട്ടനോ ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചേ കാണുള്ളൂ. ഇത് ടേക്ക് അവേ. അവര് വന്നുകൊണ്ടിരിക്കുക. നമ്മൾ 15 ഓർഡർ ചെയ്തു. ഓക്കെ, അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് തിരിച്ച് കുറച്ച് റൂമിൽ പോയിട്ട് ഹോപ്പ്ഫുള്ളി മഴയില്ലെങ്കിൽ രാത്രി ഈ സ്ഥലത്തിന്റെ ഭംഗി കാണിക്കാം. അയ്യോ, മഴ ഉണ്ടാവാതിരുന്നാ ഭയങ്കര മഴ, നല്ല ഭംഗിയാ. പക്ഷെ മഴയാ. എന്താ പരിപാടി? തിരിച്ച് വീട്ടിൽ എന്താ പരിപാടി? കണ്ട വേദു, ബേബിയുടെ കണ്ട, അമ്മയുടെ ബേബി. ഇതിനോട് പറഞ്ഞേ ഇത് കുഞ്ഞാവയല്ലേ, ബേബി അല്ലേ, തങ്കു അല്ലേ എന്ന് പറഞ്ഞപ്പോ അവൻ എന്നോട് ചോദിക്കണേ, അല്ല വേദു ആ തങ്കൂന്ന്. എവിടെ നോക്കട്ടെ തങ്കുവിനെ. അപ്പൊ വേദു ആരാ? അപ്പൊ ഞാൻ അത് വേദു അമ്മയുടെ തങ്കു. അപ്പൊ ബേബി, അപ്പൊ ഞാൻ പറഞ്ഞു ബേബി വേറെ തങ്കു. നമ്മുടെ തങ്കു വേദു അല്ലേ, ബേബിയുടെ ഫ്രണ്ടാണ് വേദു. ഓക്കെ, ഗുഡ് ബോയ്. അതെ, നമ്മൾ ഡെസേർട്ട് കഴിച്ചില്ല. ഞാൻ ഇന്നലത്തെ ക്രീം കാറ്റലാണ് കഴിക്കാൻ പോവാ. എങ്ങനെയുണ്ടത് അല്ലേ? ഉണ്ട്. വൈകുന്നേരം നമുക്ക് ഇറങ്ങണം കേട്ടോ വെളിയിലേക്ക്. പ്രിയക്ക് ഇവിടെ തന്നെ ഇങ്ങനെ ഇരുന്നാ മതി എന്ന് തോന്നുന്നു. ചോക്ലേറ്റ് മൂസ് എടുക്കുന്നുണ്ട്. ജോഗൻ വേണോ വേണ്ടയോ? പ്രിയക്ക് ക്രെംബ്രൂലെ അല്ല, ക്രീം കാട്ടലാനാ. ഇതേ ഞാൻ ഒരു പുഡിംഗ് ആണ്. ശരിക്കും മൂസിന്റെ ടെക്സ്ചർ, ഡാർക്ക് ചോക്ലേറ്റ് മൂസ്. ഏതോ എന്താ ജോയിൻ അവിടെ നിന്ന് ഭയങ്കര പരദൂഷണം കേട്ടോ എന്നെ കുറിച്ച്. എന്തൊക്കെയോ പരദൂഷണം പറയുന്നുണ്ട്. എന്തൊരു ഫുഡ് അടിയാന്ന്, ഇങ്ങനെ കണ്ടിട്ടില്ല അത്.
ആ ഇത് തുടക്കമായിട്ടുള്ളൂ. കാണാൻ കിടക്കുന്നേ ഉള്ളൂ. ചോക്ലേറ്റ് മൂസ് അടിപൊളി. ഇത് 4 ഉണ്ട്, 4 ഞാൻ തീർക്കും. അപ്പൊ എല്ലാം പോക്രിപ്സ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് ഇസ് റെയിനിങ്. ഇവിടെ ഞങ്ങൾ ഒട്ടും റെയിൻ എക്സ്പെക്ട് ചെയ്തില്ല സദേൺ സ്പെയിനിൽ. പക്ഷെ ഇവിടെയാണ് റെയിൻ. ആൻഡ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്ത് അപ്പം എല്ലാം ഓൾമോസ്റ്റ് ഡെഡ് ആണ്. പക്ഷെ അതുകൊണ്ട് ചിലപ്പോൾ ഇന്ന് നിങ്ങൾക്ക് സ്ട്രീറ്റ്സ് ഒക്കെ മര്യാദയ്ക്ക് കാണാൻ പറ്റും. എല്ലാവരും കൂടെ ഞങ്ങൾ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് കുട പിടിച്ചുകൊണ്ട്. മഴയായിപ്പോയി പറയാ. പക്ഷെ ഇതേ വേദുവിൻ്റെ ഷീറ്റൊക്കെ ബ്ലാങ്കറ്റൊക്കെ പുതച്ചുകൊണ്ടാണ് വേദു വരുന്നത്. പക്ഷേ ഈ ഇവിടുത്തെ ലൈഫ് എന്ന് പറയുന്ന സ്ട്രീറ്റ് ലൈഫ് തന്നെയാണ്. എനിക്കൊന്ന് യൂറോപ്യൻ നേഷനിൽ വേറെ എവിടെയും ഇത്രയധികം ഒരു വൈബ്രൻറ്റ് സ്ട്രീറ്റ് ലൈഫ് കാണാൻ വളരെ സാധ്യത കുറവാണ്, എസ്പെഷ്യലി ഇൻ ദ മന്ത് ഓഫ് ഡിസംബർ. അതെന്താ കാരണം എന്ന് നിങ്ങൾ ഇനി കണ്ടുകൊണ്ടിരുന്നോളൂ. ഞങ്ങൾ പോകുന്നത് അതുപോലത്തെ ഏറ്റവും ബെസ്റ്റ് സ്ട്രീറ്റ് ലൈറ്റ് ഡെക്കറേഷൻ ഫോർ ക്രിസ്മസ് ഇൻ സ്പെയിൻ ഇസ് ഇൻ മലാക്ക എന്നാണ് പറയുന്നത്. അതെന്താ കാരണം എന്ന് ഞങ്ങൾ കാണിച്ചു തരാം. എന്തൊരു വൈബ്രൻസി എന്ത് ഫീലായത് അല്ലേ. ഈ ചെറിയ തണുപ്പ് വലിയ കുഴപ്പമില്ല. ഇവിടെ ഈ മഴയാണ് പ്രശ്നം. അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഇതിന്റെ ഡബിൾ റഷാണ്. ജസ്റ്റ് ഇത് ബ്യൂട്ടിഫുൾ ബിൽഡിംഗ്. ഇവിടുത്തെയും ഒരു ഓൾഡ് ടൗണിൽ തന്നെയാണ് നമ്മൾ. ഓൾഡ് ടൗൺ ആണല്ലോ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യേണ്ടത്. പക്ഷേ ബിൽഡിങ്സ് ആണെങ്കിലും ലൈറ്റ്സ് ആണെങ്കിലും ഇതൊന്നും അല്ല മെയിൻ സ്ട്രീറ്റ്. എല്ലാവരും കണ്ട ഇരുന്ന് ഔട്ട്ഡോറിൽ ഇരുന്ന് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യാണ്, ലൈഫ് എൻജോയ് ആണ്. ഈ സ്ട്രീറ്റ് നോക്കിക്കോ. ഈ സ്ട്രീറ്റ് അല്ല, സ്ട്രീറ്റിന് എൻഡി നോക്ക്. ഞാൻ പറഞ്ഞില്ലേ ഹയസ്റ്റ് ക്രിസ്മസ് ട്രീ ഇൻ സ്പെയിനില് ടോപ്പ് 3 വരുന്ന കണ്ടാണിത്. ജസ്റ്റ് സീ ദിസ്. അടുത്ത് നമ്മളേക്ക് എന്ത് ഭംഗിയായിരിക്കും. ഭാഗ്യത്തിന് മഴയാണെങ്കിൽ ലൈറ്റ്സ് ഒക്കെ കത്തുന്നുണ്ട്. മഴയാന്ന് വിചാരിച്ചേ എന്താല്ലേ അൺബിലീവബിൾ. ട്രീയുടെ സൈസ് കണ്ടാ. ഈ ട്രീയുടെ അകത്തൂടെ ഒക്കെ നമുക്ക് നടക്കാം. ഇത് അകത്ത് പോകുമ്പോഴാണ് ഇതിന്റെ സൈസ് അറിയുന്നത്. ഇത് നോക്കിക്കേ, ലൈറ്റ്സ് ആണ്. ഇങ്ങനത്തെ ക്രിസ്മസ് ട്രീ കാണാൻ പറ്റുന്ന എന്തൊരു സന്തോഷം അതറിയോ. ലുക്ക് സോ ഗോർജിയസ്. മൈ ഗോഡ്. പ്രിയ, ഇതിനെയും കാട്ടി ലൈറ്റ് വർക്ക്സ് വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? അതെ, പ്രിയ പോയി ഒന്നും കേൾക്കാതെ റീൽ എടുത്തോണ്ടിരിക്കുവാന്ന് തോന്നുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതിനെ കാട്ടി ലൈറ്റ് വർക്ക്സ് ഏതെങ്കിലും ഒരു സ്ട്രീറ്റിൽ? ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ജസ്റ്റ് സീ ദിസ് ഗൈസ്. ഹൗ അമേസിംഗ് ഡസ് ദിസ് ലുക്ക്. ഹൗ ബ്യൂട്ടിഫുൾ ഡസ് ഇറ്റ് ലുക്ക്. ഓഫ്. അതെ, നമ്മുടെ കൂടെ ഇങ്ങനത്തെ രണ്ടുപേരെ ഉണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് അറിയിക്കണം. ക്യാമറ ഓൺ ചെയ്യുമ്പോൾ രണ്ടുപേരും 2 ഡയറക്ഷനിലേക്ക് ഓടും. ഇടയ്ക്കിടയ്ക്ക് ഹായ് കാണിക്കണം കേട്ടാ ക്യാമറയ്ക്ക് വേണ്ടി. ജ്യോതി ഓടും, ജോഗിനും ഓടും. അവർക്ക് റൊമാൻറ്റിക് ഫോട്ടോ വേണം. അത് നമ്മൾ എടുത്തു തരാം. നമ്മളെ കാട്ടി നല്ല ആൾക്കാരില്ല എടുക്കാൻ. നമ്മളെ ഭയങ്കര റൊമാൻറ്റിക്കാ. അടിയെ കാണുന്നില്ലല്ലോ. നിങ്ങൾ കാണുന്നുണ്ടോ ഞങ്ങളുടെ അടി? അതെ, അപ്പൊ എടുത്തു കൊടുക്കും റൊമാൻറ്റിക് ഫോട്ടോ. റൊമാൻറ്റിക് പോസ് നിൽക്കാൻ അറിയില്ലാന്ന് കാണിച്ചു കൊടുക്കും പ്രിയ. ക്യാമറ ഓണൊന്നല്ല, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പോസ് ചെയ്യ. ഇതാണോ പോസ്? ഓക്കെ, റേറ്റ് ഒന്നുകൂടെ നിക്ക. ജോഗിൻ വെറുതെ ഒരു ലൈറ്റ് ഇട്ട് മാത്രം ഒരു സ്ട്രീറ്റ് അല്ല. ദിസ് ഇസ് ദ മെയിൻ ഷോപ്പിംഗ് സ്ട്രീറ്റ് ഓൾസോ. ഇവിടെ ബ്രാൻഡ്സ് ഉണ്ട്, ബേക്കറീസ് ഉണ്ട്, കഫേസ് ഉണ്ട്, എല്ലാം ഉണ്ട്. നമ്മുടെ ബ്രോഡ്വേ നാട്ടിലത്തെ ഇതുപോലെ ഒന്ന് ആക്കിയെങ്കിൽ ആലോചിച്ച് നോക്ക്. അവിടുത്തെ കച്ചവടക്കാരൊക്കെ അടിച്ച് പൊളിച്ച് ലക്ഷക്കോടിക്കണക്കിനുള്ള സെയിലുണ്ടായേനെ അല്ല പ്രിയ? നമ്മുടെ ബ്രോഡ്വേ ഇതുപോലെ ആക്കിയായിരുന്നെങ്കിൽ ആക്കാനുള്ള സ്കോപ്പ് ഉണ്ട്. ഇതിന്റെ 10 ഇരട്ടി ആൾക്കാർ വന്നേനെ. ഫോർട്ട് കൊച്ചി പക്ഷെ ഷോപ്സ് ഇല്ലല്ലോ. ബ്രോഡ്വേ ആക്കിയാൽ മതി. വെക്കാം, പക്ഷെ ബ്രോഡ്വേ ഇതുപോലെ ആക്കി കഴിഞ്ഞിട്ട് ഒരു രാത്രി 2 മണി വരെ തുറന്നു കഴിഞ്ഞാൽ ഈ കോവിഡ് കാലത്ത് 2 വർഷത്തെ നഷ്ടമുള്ള കച്ചവടം ഒക്കെ അവിടെ അവർക്കൊരു 3 മാസത്തേക്ക് കിട്ടിയാണ്. അടിപൊളിയായിട്ടുണ്ട്. ഇതുപോലത്തെ ഫ്ലോറിംഗും ഇട്ട് ഭയങ്കര ക്ലീൻ ആക്കി. വണ്ടികളൊന്നും അലൗ ചെയ്യാതെ രാത്രി 8 മണിക്ക് ശേഷം വണ്ടികൾ അലൗ ചെയ്യരുത്. 8 to 12 1 o'clock വരെ വെച്ച് കഴിഞ്ഞ് നോക്ക്. കുറെ ഫുഡും എല്ലാം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹിറ്റ് ആവും. പെട്ടെന്ന് മ്യൂസിക്. ഓ അതെ, പ്രിയയുടെ സന്തോഷം നോക്ക്.
പ്രിയ ഇത് ലൈറ്റ് ആൻഡ് മ്യൂസിക് ഷോ ആണ്. അടിപൊളി, ക്രിസ്മസിന് മാത്രം ഉള്ളതാ. അടിപൊളിയായിരുന്നില്ലേ? കറക്റ്റ് ടൈം നമ്മൾ അവിടെ വന്ന് മിസ്സായില്ല. നമ്മള് ടൈം ഷെഡ്യൂൾ നോക്കിയില്ല. നമ്മൾ വിചാരിച്ചു സാധാരണ ഒരു സ്ട്രീറ്റ് ആണ്, പക്ഷെ ലൈറ്റ് ഷോയും മ്യൂസിക് ഷോ ഒക്കെ കാണാൻ പറ്റി. അതെ, പെട്ടെന്ന് എല്ലാവരും ഡാൻസിങ് സ്ട്രീറ്റില്. അതല്ലാതെ ഇവിടെ ലൈറ്റ്സ് ഓരോ സ്ട്രീറ്റിൽ ഡിഫറെന്റ് ടൈപ്സാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, ഇവിടെ സ്റ്റാർസ് ആയി. ഇനിയിപ്പോ പോകുന്നവരും വേറെ വേറെ രീതിയിലുള്ള ലൈറ്റ്സ് ആയിരിക്കും. ഇത് ഇവരുടെ മെയിൻ പ്ലാസയാണ്. ഇതിപ്പോ രാത്രി കാണിച്ചാലേ ഭംഗിയുള്ളൂ. രാവിലെ കാണിച്ചു കഴിയുമ്പോൾ ഇതിന്റെ പകുതി ഭംഗി കിട്ടില്ലല്ലോ. ബിൽഡിങ്സും ഭാഗ്യം, സമാധാനത്തോടെ കാണിക്കാമല്ലോ. ഇവിടുത്തെ ഫ്ലോറിംഗ് ഒക്കെ ഇല്ലേ പ്രിയ, നമ്മുടെ വീട്ടിന്റെ അകത്തെ ഫ്ലോർ പോലെ ഇല്ലേ? എന്ത് ക്ലീൻ ആണ്. അതുമാത്രമല്ല ഇവൻ പാറ്റേൺസ് എന്നോ ശരിക്കും നമ്മുടെ വീടിന്റെ കാർ പോർച്ചിൽ അല്ലെങ്കിൽ അകത്തൊക്കെ തന്നെ ഇടുന്നത് മറ്റേ വരാന്തയിലൊക്കെ ഇടുന്ന പോലത്തെ ടൈൽസ് ആണ്. ഇപ്പൊ നോക്ക് പ്രിയ, വീണ്ടും ലൈറ്റ്സ് മാറിയത് നോക്ക്. ഇത് ബൾബ്, ഫിലമെന്റ് കാണുന്ന ബൾബ് പോലെ. അത് പറഞ്ഞ ഓരോ സ്ഥലത്ത് ഓരോ ടൈപ്പ് ലൈറ്റ്സാ. എന്ത് രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. They just want to make their town extremely beautiful. അതിനാലും ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. ഇതേ പറയാ അടുത്തത്. This is your favorite kind of light. No, just see this. ഇത് സ്ട്രീറ്റ് ആണ്. It is not a shop or a museum. എവിടെ എന്താ അല്ല ഇത് എല്ലാ സ്ട്രീറ്റിലും തൂക്കിയിരിക്കുക. It literally looks like it's floating. ബാക്കിലത്തെ ആ കയറും ചെയിനൊന്നും കാണുന്നില്ലല്ലോ. അടിപൊളി അല്ലേ? Really amazing. And the white buildings and the architecture. Yeah, outstanding. Lovely place to just walk around. ഇത് അടുത്ത ടൈപ്പ് ലൈറ്റ്സ് ക്രിസ്മസ് ട്രീസ് ആണ്. തിരിഞ്ഞും മറിഞ്ഞൊക്കെ ഉള്ള ക്രിസ്മസ് ട്രീസ്. ഇങ്ങനെ ഓരോ സ്ട്രീറ്റിൽ പോയാലും നമുക്ക് ഓരോ ടൈപ്പ് ഓഫ് ലൈറ്റിംഗ് പാറ്റേൺസ് കാണാൻ പറ്റും. വേദുവേ പ്രിയ, വേദു മോന് ബ്ലാങ്കറ്റ് പതക്കി കണ്ടിട്ട് വേദും പാവം പതച്ച് കിടന്ന് ഉറങ്ങുവാണ് കംഫി ആയിട്ട്. നമ്മുടെ അല്ല കേട്ടാ, ജ്യോതിയുടെയാണ്. പക്ഷെ ഭയങ്കര കംഫർട്ടായിട്ട് പാവം കിടന്ന് ഉറങ്ങുക. പുതച്ച് തണുപ്പത്ത് പ്രിയക്ക് കിടന്ന് ഉറങ്ങാൻ തോന്നുന്നുണ്ട് ഇതുപോലെ ഒരു വണ്ടിയിൽ പുതച്ച് കിടന്ന് ഇതൊക്കെ കാണാൻ. തള്ളൻ ആൾക്കാരുണ്ട്, പക്ഷെ കിടക്കാൻ അതുപോലെ സൈസുള്ള പ്രാമില്ലല്ലോ. ട്രോളി കാണാതെ നമ്മളെ ഫുഡ് ഡേ അവസാനിപ്പിക്കാനായിട്ട് ഇവിടുത്തെ ബെസ്റ്റ് പാസ്ത കിട്ടുന്ന സ്ഥലത്താണ് വന്നിരിക്കുന്നത്. വളരെ ചെറുതാണ്, പക്ഷെ എല്ലാരും പറയുന്നത് ഇവിടുത്തെ ബെസ്റ്റ് പാസ്ത. ജോഗിൻ ക്യാമറ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് തിരിയും, ജ്യോതി അപ്പുറത്തേക്കും തിരിയും. അങ്ങനത്തെ ഒരു ഗുണമുണ്ട് ക്യാമറ വന്നു കഴിഞ്ഞാൽ. അതെ കേട്ടല്ലോ, ലാസ്റ്റത്തെ വ്ലോഗ് നിങ്ങളായിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ പാസ്ത 5 എന്താ അഡ്വാൻറ്റേജ് എന്നറിയോ? എന്താ അഡ്വാൻറ്റേജ് എന്നറിയോ? ഇത്രയും പേരുള്ളതുകൊണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാസ്താസ് ഉണ്ട്. എല്ലാം എനിക്ക് ടേസ്റ്റ് ചെയ്യാം. അപ്പൊ നന്നായി ഫുഡ് റിവ്യൂ പറയാമല്ലോ. 5 ടൈപ്പ് പാസ്താസാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ആനയുടെ സ്കിൽസ് ഒക്കെ നമുക്ക് കാണാനുണ്ട് കേട്ടോ. വളരെ നന്നായി വരയ്ക്കും. പാടില് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. പിന്നെ അച്ഛന്റെ മോളായതുകൊണ്ട് അച്ഛനെ കൊണ്ടൊരു പാട്ട് പാടിപ്പിക്കണം. അതാണ് ഞങ്ങളുടെ അടുത്ത വ്ളോഗില്. ഫ്യൂൾ ഐഡി നിർത്തിയിരിക്കുകയാണ്. പക്ഷെ ഇനി തിരിച്ചു വരുന്നത് നമ്മുടെ ഒരു ഹാപ്പി ഫാമിലിയുടെ വ്ളോഗിൽ കൂടെ ആയിരിക്കും. വേദു ഇത് കഴിക്കുന്നുണ്ടോ? വേദു എന്നാ റാബിറ്റ് ബക്സ് ബണ്ണി മറ്റേ ക്യാരറ്റ് കഴിക്കുന്ന പോലെയല്ലേ? കണ്ടോ ഇങ്ങനെയൊക്കെ കണ്ട ഗ്രൈൻഡ് ചെയ്ത് കഴിക്കുന്നത്. നല്ല ഡ്രസ്സല്ലേ വേദുവിന്റെ? ഇന്ന് വൈറ്റ് മിക്കി മൗസ് ഡ്രസ്സില്ല വേദു. അറബിയാറ്റ വന്നു, ഒരു ബൊലോനേസ് വന്നു, ഇനി വന്നോണ്ടിരിക്കുന്നേ ഉള്ളൂ. 3 ടൈപ്പ് പാസ്ത സെലക്ട് ചെയ്യാം. അത് ഐസ് ടീയാ. പക്ഷെ ഈ തണുപ്പത്ത് നല്ല അല്ല കട്ടൻ കാപ്പി, കട്ടൻ ചായ. ഇതേ അടുത്തത് വന്നു. ഇതിന്റെ ബെസ്റ്റ് എന്താണെന്നറിയോ? അൺലിമിറ്റഡ് സപ്ലൈ ഓഫ് ചീസ്. ഈ ഒരു സെറ്റപ്പ് നമ്മൾ കണ്ടിട്ടില്ല അല്ലെ? നാട്ടിലിങ്ങനെ വെച്ചെങ്കിൽ തീർന്നു പോയത് ഉറപ്പാണ്. അയ്യോ, കാണുമ്പോ തന്നെ അടിപൊളി. ഇത് എന്തോ ആദ്യമായിട്ട് കഴിക്കുന്ന പോക്ക് ചീക്ക് വെച്ചുണ്ടാക്കിയ സംഭവം. പ്രിയയുടെ സീ ഫുഡാണ് സംഭവം. ഏറ്റവും പ്രീമിയം പ്രിയക്കാണ്. പ്രീമിയം പ്രിയ ഇതായിട്ടല്ലേ ഇത്. പക്ഷെ സംഭവമായിരിക്കും കേട്ടോ. കണ്ടിട്ട് അടിപൊളിയായിട്ടുണ്ട്. ആരെങ്കിലും കഴിച്ചോ? ചൂട് കാരണം കഴിക്കുന്നില്ല. പ്രീമിയം പ്രിയ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞു എന്താ പറയാ, പക്ഷെ പോരാ. കാരണം ഒരു മീറ്റ്നെസ് ഇല്ല, അത്ര സോസ് ഇല്ല,
കുറച്ച് മീറ്റ് ഒക്കെ ആഡ് ചെയ്താലേ ഉള്ളൂ. ഇത് ആക്ച്വലി ആ സോസ് ഇല്ലേ, ആ ടൊമാറ്റോ സോസിലാണ് മീറ്റ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ അതുകൊണ്ട് അങ്ങനെ ഒരു ബൈറ്റ് ഇല്ല, കടിക്കുമ്പോൾ ഒരു മീറ്റിനെസ് ഇല്ല. അതിന്റെ പിന്നെ ഉണ്ട്, പക്ഷെ അതിൽ വേറെ സോസ് ഒന്നും ഇല്ല, കുറെ ടൊമാറ്റോസും സംഭവങ്ങളൊക്കെയാണ്. പാസ്ത ഭയങ്കര തിക്കാണ്, പക്ഷെ നന്നായി കുക്ക് ചെയ്തിട്ടുണ്ട്. മറ്റൊരു ഇതില്ല, കുഴഞ്ഞു പോയിട്ടൊന്നും ഇല്ല. പക്ഷെ ഇതാണ് ഒരു ഇതില്ല, കഴിക്കുമ്പോൾ ഒരു ഫില്ലിങ്നെസ് ഇല്ല, ആ ഒരു ഫില്ലിങ്നെസ് ഇല്ല, അതേ ഒരു കുഴപ്പമുള്ളൂ. ഓക്കെ, അതെ എല്ലാം കഴിഞ്ഞ് നമ്മള് റൂമിലെത്തിയിട്ടും ഇവിടെ സോംബി കളിയാണ്. 2 സോംബീസ് സോംബി പോയി. ഇതാണ് രാത്രി ഇനി പരിപാടി. ആരും കിടക്കില്ല, ഇവര് വളരെ ലേറ്റ് ആവും. എന്തായാലും ഇനി നമ്മൾ ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോൾ ഇവരൊക്കെ വന്നുകൊണ്ട് കുറച്ചും കൂടെ ലൈവ്ലിയോ എങ്ങനെയെങ്കിലും പറഞ്ഞാലും ജ്യോതിനൊക്കെ കുറച്ചുകൂടെ ആക്റ്റീവ് ആക്കണം വ്ളോഗിൽ. പക്ഷെ എന്തായാലും ഇനിയും നമ്മൾ ഈ സദേൺ സ്പെയിൻ്റെ കുറേ കാഴ്ചകളായിട്ട് വരുന്നതായിരിക്കും. സോ അടുത്ത വ്ളോഗിൽ കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ ബൈ. ഇവിടെ ഇപ്പോൾ എത്തി നോക്കിയാൽ കാണാം, അവരുടെ ഇവിടെ ഫുൾ കളിയാണ് കണ്ട.